ഈസി ആയിട്ട് ഒരു അടിപൊളി സേവ് ദി ഡേറ്റ് വീഡിയോ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. സേവ് ദി ഡേറ്റ് വീഡിയോസ് ഒരുപാട് രീതിയിലാണ് പല ക്രാഫ്റ്റേഴ്സും ചെയ്യുന്നത്. എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഫ്രെയിംസിൻ്റെ ആണെങ്കിലും സേവ് ദി ഡേറ്റിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും എഡിറ്റിങ് ചെയ്യുന്നത് ക്യാൻവ ആപ്പിലാണ്. അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കിയ ശേഷം ഒരു A4 ഡോക്യുമെൻ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നമ്മളൊരു A4 ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ആക്കുക. ഇനി നമുക്ക് സേവ് ദി ഡേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ കളറ്, കാർഡിൻ്റെയൊക്കെ കളറ് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറ് പ്യുവർ വൈറ്റിൽ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ കളേഴ്സിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാനിവിടെ ഒരു മെറൂൺ റെഡ് ആ ഒരു ഷെയ്ഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തീമിലേക്കാണ് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ആക്കേണ്ടത്. ഇതിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അപ്പോൾ മെയിനായിട്ടുള്ള പേജ്, അതായത് സേവ് ദി ഡേറ്റിൻ്റെ മെയിൻ പേജിൻ്റെ എഡിറ്റിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കോഡ്സ് നമ്മൾ ആഡ് ചെയ്യുക. സേവ് ദി ഡേറ്റ് കാർഡ് ചെയ്യുമ്പോൾ അതിൽ കണ്ടൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടൻറ്റ് ഒരുപാട് ലോങ് ആകാനോ ഒരുപാട് ഷോർട്ട് ആകാനോ പാടില്ല. എന്നാൽ അത്യാവശ്യം പെട്ടെന്ന് ഒരാൾക്ക് കണ്ടാൽ വായിക്കാനും അണ്ടർസ്റ്റാൻഡബിളും ആയിട്ടുള്ള രീതിയിലായിരിക്കണം കണ്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചെറിയ ലെറ്റേഴ്സോ ഒരുപാട് വലിയ ലെറ്റേഴ്സോ യൂസ് ചെയ്യരുത്. ഒരു മീഡിയം സൈസിലുള്ള ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ആക്കുക. അതുപോലെ ഡേറ്റ്, വെന്യൂ, നെയിം, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം, ഈ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 15-20 സെക്കൻഡുള്ള വീഡിയോസായിരിക്കും മിക്ക സേവ് ദി ഡേറ്റ് വീഡിയോസും വരിക. അപ്പോൾ ആ വീഡിയോയുടെ ഇടയിൽ നമുക്ക് ഈ കണ്ടൻറ്റ് വായിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിന് കണ്ടൻറ്റ്, ഫോണ്ട് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുക. ശരിക്കും നല്ലപോലെ വായിക്കാൻ പറ്റുന്ന ഫോണ്ടുകൾ മാത്രം സെലക്ട് ആക്കുക. മുകളിലൊരു ഇൻവിറ്റേഷൻ കോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിമാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ആ ഡേറ്റാണ് കൊടുക്കേണ്ടത്, അതായത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഏതാണോ ഡേറ്റ് കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം വെന്യൂ കൊടുക്കുക. വെന്യൂ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ടൈമും ഇമ്പോർട്ടൻ്റ് ആണ് മെയിനായിട്ട് ഇതിൽ വരേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഡെമോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാനൊരു A4 ഷീറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കാർഡാണ്. ഒരു വർക്കിന് വേണ്ടി ചെയ്ത കാർഡാണ്. ഇതിൽ നോക്കിക്കോളൂ. ഇതിൽ കറക്റ്റായിട്ട് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നെയിം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻ നടക്കുന്ന സ്ഥലവും ടൈമും എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം നല്ലപോലെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലിയറായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അതായത് ഒരു റെഡ്, മെറൂൺ, ബ്ലാക്ക്, വൈറ്റ് അങ്ങനത്തെ കളേഴ്സ് മാത്രം യൂസ് ആക്കുക. ഇപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടുള്ള കാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഡീറ്റെയിൽസ്, ഐറ്റംസ്, അതായത് ഷോർട്ടായിട്ടുള്ള കാർഡുകളാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു A3 ഷീറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. A3 ഷീറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള A4 ഷീറ്റ്, ആ ഒരു കണ്ടൻറ്റാണ് ആദ്യം അതിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ, അതായത് സേവ് ദി ഡേറ്റിൻ്റെ മെയിൻ ഷീറ്റാണ് അത്. ഇനി അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, അതായത് ഇഷ്ടമുള്ള രീതിയിൽ ബാക്കി കണ്ടൻറ്റുകൾ കൊടുക്കാവുന്നതാണ്. അതായത് ഫോർ എവർ ടുഗദർ, സേവ് ദി ഡേറ്റ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ആ ചെറിയ കാർഡുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ, ഇഷ്ടമുള്ള രീതിയിൽ, അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചും ഇഷ്ടമനുസരിച്ചും അല്ലെങ്കിൽ ആ ഒരു എസ്തെറ്റിക്കിന് മാച്ചായിട്ടുള്ള രീതിയിലൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു ഈ ഒരു ഓവൽ ഷേപ്പ്, സെമി ഓവലാണ് ആ ഒരു ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ ടുഗദർ, ഫോർ എവർ എന്നുള്ള ഒരു കോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക, കളറ് ചേഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക.
ഇതുപോലുള്ള ചെറിയ ചെറിയ കാർഡുകളൊക്കെ ഈ സേവ് ദ ഡേറ്റിൽ വീഡിയോയ്ക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗി കൊടുക്കുന്ന സംഭവങ്ങളാണ്. ഇനി ഇതുപോലെ തന്നെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ നെയിം, വെഡ്ഡിങ് ഡേറ്റ്, അങ്ങനെ എല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ചെറിയ പോർഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിൻ കാർഡിൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു കാർഡോട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ജസ്റ്റ് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ നെയിമും ആ വെഡ്ഡിങ് ഡേറ്റും മാത്രമേ കൊടുക്കുന്നുള്ളൂ. മെയിൻ കാർഡ് ഒഴികെയുള്ള കാർഡുകളെല്ലാം മാക്സിമം മിനിമലായിട്ട് ചെയ്യുക. ഓവറായിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും കാർഡുകളിൽ ഉൾപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഇത് സെക്കൻഡ് കാർഡിലും ആവശ്യമുള്ള കണ്ടൻ്റ് എല്ലാം നമ്മൾ എഴുതി കൊടുത്ത ശേഷം അതിൻ്റെ ഫോണ്ട് കറക്റ്റ് ചെയ്യുക. ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം, എന്നാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫോണ്ടുകൾ മാത്രം യൂസ് ആക്കുക. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഫ്രെയിം എടുത്തിട്ട് അതിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, പക്ഷേ കട്ട് ചെയ്യാനും എല്ലാം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. എല്ലാ ഷേപ്പിലുള്ള ഫ്രെയിംസും നമുക്ക് എലമെൻറ്റ്സിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. റെക്റ്റാങ്കിൾ ഫ്രെയിം അല്ലെങ്കിൽ റൗണ്ട് ഫ്രെയിം എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രെയിമിൻ്റെ ഓപ്ഷൻസ് കിട്ടും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നെയിം കൊടുത്ത ശേഷം ഫോണ്ട് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ സിംഗിളായിട്ടുള്ള നെയിം അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള ഫോണ്ടുകൾ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ആ എസ്തെറ്റിക്കിന് കുറച്ചുകൂടി മാച്ചായിട്ട് വരിക. ഞാനിപ്പോൾ അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മുടെ ബ്രൈഡിൻ്റെ പോലെ തന്നെ ഗ്രൂമിൻ്റെ പേരും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ. ഞാനിതൊരു ഡെമോ ചെയ്തതാണ്. ഒറിജിനൽ ചെയ്ത ഒരു A3 ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് A3 ഡോക്യുമെൻ്റ്. ഇതാണ് ഒറിജിനലായിട്ട് സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഇതിൽ A3യിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവും. ആവശ്യത്തിലധികം കാർഡുകൾ എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാം ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ ഡബിൾ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം കൂടി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളും ചെയ്യുമ്പോൾ ഈ റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് വരുന്ന സംഭവങ്ങളൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ 2 എണ്ണം വീതം സെറ്റ് ചെയ്തെടുക്കുക. അതാകുമ്പോൾ ഒരെണ്ണം തെറ്റിപ്പോയാൽ നമുക്ക് മറ്റേത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീണ്ടും പ്രിൻ്റ് എടുക്കേണ്ട ഒരവസ്ഥ വരും. കൊടുത്തിട്ടുണ്ട്, മിനിമലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഞാനിത് സേവ് ചെയ്യുന്നു. ഇത് സേവ് ചെയ്ത് നമുക്കത് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുക്കുമ്പോഴും A3 ഷീറ്റിൽ തന്നെ പ്രിൻ്റ് എടുക്കാം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ. A3 ഷീറ്റിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിന് കാർഡുകളൊക്കെ കിട്ടും. അപ്പോൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു A3 ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഷീറ്റ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് നോക്കാം. ഇതാ അത്യാവശ്യം നല്ല വലിപ്പത്തിന് തന്നെയാണ് കാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പൊക്കെ നല്ലപോലെ സൂക്ഷിച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സൈഡൊക്കെ ഡാമേജ് ആകും. കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. സൈഡൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് വീഡിയോയിൽ നല്ലപോലെ അറിയാൻ പറ്റും. ഇതിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പാണ്. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാൻ. നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ.
നമുക്ക് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് വീഡിയോസ് എടുക്കാവുന്നതാണ്. റെഫറൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് വീഡിയോസ് എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ക്ലിപ്സ് എടുത്ത ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. എഡിറ്റിംഗ് ചെയ്യുന്നത് ഇൻഷോട്ടിലോ അല്ലെങ്കിൽ ക്യാപ് കട്ടിലോ ആണ്. ഞാൻ സാധാരണ ഉപയോഗിക്കാറ് ക്യാപ് കട്ടാണ്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ ആപ്പ് വഴി നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സേവ് ദ ഡേറ്റ് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഞാനതൊരു റീലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.